പ്രാർത്ഥനയുടെ പ്രാരംഭം നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ, ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ വളരെ ആത്മാർത്ഥമായി ആ, വളരെ ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകട്ടെ. ഉപവസിക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ഉപവസിക്കുവാനും ദൈവസന്നിധിയിൽ പല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭയുടെ ആവശ്യങ്ങൾ, നമ്മുടെ പൊതുവായ ആവശ്യങ്ങൾ, രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയത്തിനും പരിഹാരം തരുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ചിത്രം ഞാൻ മുൻപിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യേശു 40 ദിവസം ഉപവസിച്ചത് നമുക്കറിയാം. യേശുവിൻ്റെ ഉപവാസമാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ കാണുന്നത്. 40 ദിവസം 40 രാവും പകലും യേശു ഉപവസിച്ചു എന്ന് കാണും. പക്ഷെങ്കിൽ യേശുവിൻ്റെ ഉപവാസത്തിൽ നിന്നാണ് നല്ലൊരു മോഡൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സത്യത്തിൽ ഉപവസിക്കുന്നത് എന്തിനാണ്? ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉപവസിക്കുന്നത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇച്ചിരി ഒരു സ്പിരിച്വൽ ടേംസിൽ പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന പോരാട്ടത്തിൽ നിന്ന് അതിനെ അതിജീവിക്കാനായിട്ട്, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട്, അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഉപവസിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ട്യൂൺഡ് ഇൻ ടു. അതാണ് നമ്മളെല്ലാവരും ആ നിലയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വിഷയത്തിനൂടെ നമ്മൾ ഉപവസിക്കണം. കർത്താവ് തന്നെ ഓർപ്പിച്ചിട്ടുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല എന്ന് കർത്താവ് നമ്മെ ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പല വിഷയങ്ങളും നീങ്ങിപ്പോകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പല വിഷയങ്ങൾക്കും വിടുതലുണ്ടാകാൻ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഫാസ്റ്റിംഗ് പ്രെയർ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സസൈസ് ആണ്. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയൊക്കെ ഏകാഗ്രമാക്കാനായിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അത് സാധാരണ മറ്റ് മതസ്ഥർ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫാസ്റ്റിംഗ് അല്ല. നമ്മൾ ആഹാരം വെടിയുന്നത് നമ്മൾ നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ മനസ്സിനെയും ദൈവത്തിൽ ഏകാഗ്രമാക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യേശു പ്രാർത്ഥിച്ചത് you can connect it as a right model of ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ പ്രാർത്ഥന 40 ദിവസവും 40 പകലും രാത്രിയും കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ വാട്ട് ഈസ് ദ റിസൾട്ട്? യേശുവിനുണ്ടായ പ്രാർത്ഥനയുടെ വിടുതൽ എന്താണെന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ് യേശുവിന് ഉണ്ടായ റിസൾട്ട്. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പോരാട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ് ചെയ്തത്. നോക്കിക്കേ, നമ്മൾ ഉപവസിക്കുമ്പോൾ പോരാട്ടം മാറാൻ പ്രാർത്ഥിക്കും, നമ്മൾ ഉപവസിക്കുമ്പോൾ പോരാട്ടം നീങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ പോരാട്ടം വരികയാണ് ചെയ്തത്. അപ്പോൾ യേശു ഉപവസിച്ച് 40 ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ പിശാച് വന്നു, പരീക്ഷകൻ തൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം നോക്കിക്കേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഉപവാസം കഴിയുമ്പോൾ എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷകനിൽ നിന്ന്, പിശാചിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, ഗെറ്റ് റിഡ് ഓഫ് ദി പ്രോബ്ലം, നമ്മുടെ പ്രശ്നത്തെ മാറ്റാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നം ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, വാസ്തവത്തിൽ ദൈവം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വിടുതൽ തരുമ്പോൾ തന്നെയും ഉപവസിക്കുമ്പോൾ ഉണ്ടാകേണ്ടതായ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും, എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ആയില്ലെങ്കിലും, ഗോഡ് എനേബിൾ മീ ടു ഫേസ് ദി പ്രോബ്ലം. എൻ്റെ പ്രോബ്ലം മാറിപ്പോയില്ലെങ്കിലും എന്നെ ആ പ്രശ്നത്തിൻ്റെ മുന്നിൽ അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ അഭിമുഖീകരിക്കാനായിട്ട് എന്നെ ശക്തീകരിക്കണമേ. അപ്പോൾ യേശു വാസ്തവത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ പരീക്ഷകൻ തൻ്റെ അടുക്കൽ, പിശാച് തൻ്റെ അടുക്കൽ വന്നപ്പോൾ ഫസ്റ്റ് പരീക്ഷ ചെയ്തു, അതിൽ യേശു അതിനെ അതിജീവിച്ചു. സെക്കൻഡ് പരീക്ഷ വന്നു, യേശു അതിനെയും അതിജീവിച്ചു. മൂന്നാമത്തെ പരീക്ഷ വീണ്ടും കൊണ്ടുവന്നു, യേശു അതിനെ അതിജീവിച്ചു. സോ ദാറ്റ് വാട്ട് ഐ മീൻ, ഈ ഉപവാസത്തിന്റെ റിസൾട്ടാണ് അവിടെ കണ്ടത്. യേശുവിനെ അടുക്കലേക്ക് പരീക്ഷകൻ വന്നപ്പോൾ യേശു അതിൽ വീഴാൻ കഴിയാതെ വണ്ണം, അതിൽ വീണു പോകാതിരിക്കത്തക്കവണ്ണം ഹി വാസ് ഏബിൾ ടു ഡിഫെൻഡ് ഹിംസെൽഫ്. അപ്പോൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് നമുക്ക് അങ്ങനെ കൂടി ആന്റിസിപ്പേറ്റ് ചെയ്യണം. കർത്താവെ, ഈവൻ ദോ ഐ പ്രേ ടു റിബ്യൂക്ക്, ഈവൻ ദോ ഐ പ്രേ ടു ജസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ്, എന്നിൽ നിന്ന് ആ പ്രശ്നം മാറാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദോ ദാറ്റ് ഈസ് ഫൈൻ ആൻഡ് ഗുഡ്. എന്നാൽ കർത്താവെ, അതല്ല
എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിലും ആ പ്രോബ്ലം സ്റ്റിൽ എൻ്റെ മുന്നിലുണ്ടെങ്കിലും enable me to face that situation. ആ സാഹചര്യങ്ങളെ എനിക്കൊന്ന് അഭിമുഖീകരിക്കാനായിട്ട് എനിക്ക് ബലം തരണമേ. അങ്ങനെയെങ്കിൽ യേശുവിന് സംഭവിച്ചത് അത് തന്നെയാണ്. സിറ്റുവേഷൻസ് വളരെ അഡ്വേഴ്സ് ആയിരുന്നു, എന്നാൽ യേശുവിന് വളരെ സ്മൂത്തായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. യേശുവിന് വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ വാസ്തവമായി നമ്മൾ അനേക വിഷയങ്ങൾക്ക് വിടുതൽ തരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും ദൈവം പരിഹാരം തരാനായിട്ട് പോവുകയാണ്. പ്രൈസ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയും? നമ്മൾ സഭയായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക്, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക്, നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിൽ ജാഗരിക്കുന്ന വിഷയത്തിന് ദൈവം പരിഹാരം തരാനായിട്ട് പോവുകയാണ്. അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനെക്കാട്ടിൽ അപ്പുറത്ത് പരിഹാരം തരാതിരിക്കുകയോ തരുകയോ ചെയ്യുന്നത് ഇറ്റ്സ് കൺട്രോൾ ഓഫ് ഇറ്റ് ഈസ് ഇൻ ദ കൺട്രോൾ ഓഫ് ഗോഡ്. ദൈവത്തിന് കയ്യിലുള്ള കാര്യമാണ്. എന്നാൽ എനേബിൾ മീ ടു ഫേസ് എനി സിറ്റുവേഷൻ, ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ബലം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം നമ്മുടെ മുമ്പിലുള്ള ചില സമയം ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശാന്തമായ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 23-24 വാക്യം ഒന്ന് വായിച്ചു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ പ്രധാനമായി കാണുന്ന ഒരു കാഴ്ച, ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു, 20-ാമത്തെ വാക്യം മുതൽ, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിക്കുന്നു, നമസ്കരിക്കേണ്ട സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് എന്ന് പറഞ്ഞാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം വായിക്കേണ്ടത്. സോ ഇന്നത്തെ എൻ്റെ വചന ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ടൈറ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ, അത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്നു: എക്സ്പീരിയൻസിങ് ഗോഡ് ത്രൂ അവർ പ്രൈവറ്റ് വർഷിപ്പ്. കർത്താവിനെ നമ്മുടെ സ്വകാര്യ ആരാധനകളിൽ അനുഭവിച്ചറിയുക. സത്യത്തിൽ അത് നമുക്ക് വളരെ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. വി ഹാവ് കോർപ്പറേറ്റ് വർഷിപ്പ്. നമുക്ക് സമൂഹമായിട്ടുള്ള ആരാധന നമുക്കുണ്ട്. നമ്മൾ ആരാധനാലയത്തിൽ വരുന്നു, എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ബട്ട് we have to think how often we are able to experience God in our private worship. നമ്മുടെ രഹസ്യ ആരാധനയിൽ ദൈവത്തെ നമുക്ക് എങ്ങനെ അനുഭവിക്കാനായിട്ട് കഴിയും? അതിൻ്റെ ഒരു മറുപടി എന്ന നിലയിൽ, ആ വിഷയത്തിനുള്ള ഒരു ആഹ്വാനം എന്ന നിലയിൽ, അതിനുള്ള റെസ്പോൺസ് എന്ന നിലയിൽ നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ജെന്യുവൻ വർഷിപ്പ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ജെന്യുവൻ വർഷിപ്പ് it always coincides with the nature of God. ദൈവത്തിൻ്റെ പ്രകൃതവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വർഷിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുള്ളതാണ്, അത് വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് നമ്മൾ ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. വർഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുന്നതാണ് വർഷിപ്പ്. ചിലർ വിചാരിക്കുന്നത് വർഷിപ്പ് എന്ന് പറയുന്നത് മ്യൂസിക്കും പാട്ടും ഒക്കെ ചേർന്നതാണ് വർഷിപ്പ്. ചിലർ ചിന്തിക്കുന്നത് വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അന്യഭാഷകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതാണ് വർഷിപ്പ്. ചിലർ പറയുന്നത്, ചിലർ ചിന്തിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് കുറച്ച് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ദിസ് ഈസ് ഓൾ അണ്ടർ ദി പാർട്ട് ഓഫ് വർഷിപ്പ്. അതെല്ലാം ഈ ആരാധനയുടെ ഭാഗമാണ്. എന്നാൽ വാസ്തവത്തിൽ the genuine worship means that something coincides with the nature of God. ദൈവത്തിന്റെ പ്രകൃതവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ആരാധന.
അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെടേണ്ട ഒരു കാര്യം, ദൈവത്തെ നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതായ ഒരു കാര്യം, വെൻ വി വർഷിപ്പ് ഗോഡ് വി നീഡ് ടു വർഷിപ്പ് ഗോഡ് വിത്ത് റിപ്പൻറ്റൻസ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ ദൈവം വെളിപ്പെടുത്തുന്നത്. ആരാധിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴാണ് ആ നിഷ്കളങ്കതയുടെ അല്ലെങ്കിൽ ആ തേജോമനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ മലിനതകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. സോ വെൻ വി ജെന്യുവൻലി വർഷിപ്പ് there should be an element of repentance. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ദൈവത്തിന് ഓഫർ ചെയ്തു എന്നല്ല. നോക്കിക്കേ, ആ പഴയ നിയമ ആരാധനയിലൊക്കെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഓഫറിങ്, സാക്രിഫൈസ്. ഇതാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ആരാധിക്കാനായിട്ട് ആ ദേവാലയത്തിലേക്ക് ആളുകൾ ചെല്ലുമ്പോൾ ദാറ്റ് മീൻസ് ദേ ആർ ഗോയിങ് ടു ഓഫർ സംതിങ് ടു ഗോഡ് ഇൻ ദ ഫോം ഓഫ് സാക്രിഫൈസ്. അവിടെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി, അവിടെ നടക്കുന്ന ഒരു കാര്യം റിപ്പൻറ്റൻസ് ആണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ എന്ന് പറയുന്നത് മാനസാന്തരമാണ്. അവിടെ നടക്കുന്ന ഒരു വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിക്കാനായിട്ട് ദൈവജനം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ തങ്ങളുടെ കുറവുകൾ പറഞ്ഞ് അത് ആ മൃഗത്തിന്റെ മേൽ അവരുടെ കുറവുകളെ ഭരമേൽപ്പിച്ച് അതിനെ യാഗമാക്കി കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു, പാപമോചനം ഉണ്ടാകും. സോ something the same principle is underlying in our New Testament worship also. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മൃഗത്തെ കൊണ്ടിരുന്നില്ല, ഇവിടെ നമ്മൾ യാഗവസ്തുവിനെ കൊണ്ടിരുന്നില്ല, നമ്മൾ അങ്ങനെയുള്ള യാതൊരു ഒരു കാര്യം അവിടെ ചെയ്യുന്നില്ലെങ്കിലും ദാറ്റ് സെയിം പ്രിൻസിപ്പിൾ is still practicing. അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വാസ്തവത്തിൽ ഇറ്റ്സ് നോട്ട് ഓൺലി മ്യൂസിക്, ഇറ്റ്സ് നോട്ട് ഓൺലി വർഷിപ്പ്, ഇറ്റ്സ് നോട്ട് ഓൺലി സോങ്, ഇറ്റ്സ് നോട്ട് ഓൺലി ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഇതെല്ലാം നമ്മുടെ ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതായ പല മാനിഫെസ്റ്റേഷൻസ് ആണ്. ബട്ട് അതിനെല്ലാം ഉള്ളിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മാനസാന്തരം, വി നീഡ് ടു റിപ്പന്റ്. കർത്താവേ, നിന്റെ ആ സാന്നിധ്യത്തിന് മുമ്പിൽ വരുമ്പോൾ ഐ ക്യാൻ സീ മൈ ഇൻഫർമിറ്റീസ്. എൻ്റെ കുറവുകളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ പോരായ്മകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ when we worship, we need to worship with the nature of God. ദൈവത്തിന്റെ മുന്നിൽ ആരാധിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോഴാണ് വളരെ ട്രാൻസ്പെറന്റ് ആയ ഒരു എക്സ്റേ നമ്മുടെ ശരീരത്തിലൂടെ കടത്തുന്ന പോലെ അതിനകത്തോട്ട് നമ്മൾ ചെന്നിറങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന കുറവൊക്കെ ഉണ്ടല്ലോ, ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. ആക്ച്വലി ദാറ്റ് ഷുഡ് ഹാപ്പൻ ഇൻ വർഷിപ്പ്. അത് ആരാധനയിൽ വെളിപ്പെടണം. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതായ ഒരു എലമെന്റ് ആരാധനയിൽ വെളിപ്പെടണം. സോ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുറവ് വെളിപ്പെടുത്തുന്നുണ്ടോ, then that would be a genuine worship which coincides with the nature of God. ദൈവത്തിന്റെ പ്രകൃതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ ദൈവം വെളിപ്പെടുകയാണ്. ഞാൻ ദൈവത്തിന് മുമ്പിൽ വരുമ്പോഴാണ് എനിക്ക് കരച്ചിലുണ്ടാകുന്നത്, ഞാൻ ദൈവത്തിന് മുമ്പാകെ വരുമ്പോഴാണ് ദൈവം എൻ്റെ കുറവ് എന്നോട് വെളിപ്പെടുത്തുന്നത്, ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുറവായി വെളിപ്പെടുത്തും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. സോ വെൻ വി വർഷിപ്പ്, അവിടെ എന്തുണ്ടാകണം, we need to refine ourselves. അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവീകമായി രൂപാന്തരപ്പെട്ട് ആനസാന്തരപ്പെട്ട് പാപമോചനത്തിലേക്ക് കടന്നു വരണം. Second thing that is coinciding with the nature of God എന്ന് പറയുന്നത്, worship is always submission. ആരാധന എന്ന് പറയുന്നത് എപ്പോഴും ഒരു സമർപ്പണമാണ്, അല്ലെങ്കിൽ തങ്ങളെ തന്നെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. നമുക്ക് വായിക്കാം യോബിന്റെ പുസ്തകം, അതിന്റെ 1-ാം അധ്യായം, അതിന്റെ 20-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 1:20 ഒന്ന് വായിക്കാമോ? യോബ് 1:20. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എപ്പോഴാ? ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് എല്ലാം അവരിൽ നിന്ന് അകന്ന് മക്കൾ ഉൾപ്പെടെ സമ്പാദ്യങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാറ്റ് മീൻസ് ഹി വാസ് പേയിങ് ആൻ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ, കർത്താവേ എല്ലാം നഷ്ടപ്പെട്ടിട്ട് നീ എന്നാലും എന്നോട് ഇങ്ങനെ ഒരു പണി കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മളാണെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോയനേമായിരുന്നു.
നമ്മൾ ജീവിതത്തിൽ തിക്താനുഭവം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ദൈവത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാവും. പലരെയും നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ദൈവം അവർക്ക് നന്മയായിട്ടൊന്നും ചെയ്യാഞ്ഞതുകൊണ്ട് പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയ അനേകരെ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, വാസ്തവത്തിൽ ഹാലേലൂയ, തിന്മകൾ നമ്മുടെ മുന്നിൽ വന്നാലും, നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്ക് പകരം തിന്മകൾ വന്നാലും, വി ആർ ഏബിൾ ടു സറണ്ടർ. നമ്മൾ ദൈവത്തിന് മുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കാനായി, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാനായി, പൂർണ്ണമായി നമ്മൾ അർപ്പിക്കപ്പെടും. സോ വർഷിപ്പ് ഈസ് സംതിങ് ദാറ്റ് വി ആർ ഏബിൾ ടു സബ്മിറ്റ് അവർ സെൽഫ്. കാരണം ദൈവം സകലത്തിന്റെ നിയന്ത്രിതാവാണ്. ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു. അവൻ സകലത്തിന്റെയും നിയന്ത്രിതാവായി നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം എന്ത് ചെയ്താലും അതിന്റെ മുന്നിൽ സബ്മിറ്റ്. സോ ദൈവം, റോമാലേഖനം 8:28 വായിക്കണ്ട. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ടാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്താണേലും യോബിനോട് പറഞ്ഞാൽ യോബ് ഇന്ന് പറയും, ഇറ്റ് വാസ് ഫോർ മൈ ഗുഡ്, അതെന്റെ നന്മയ്ക്കായിട്ടാണ് കൂടിയാണ് വ്യാപരിക്കുന്നത്. സോ ദി വൺ തിങ് ദാറ്റ് വി ക്യാൻ ഡു ഈസ് ദിസ് ഈസ് ദ വർഷിപ്പ് ഓഫ് സബ്മിഷൻ. എന്തായാണേലും, എന്തായി സംഭവിച്ചാലും ഞാൻ ദൈവം മുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സോ ആരാധന എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് റിപ്പൻറ്റൻസ്. ആരാധന എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഓൺ സബ്മിറ്റിംഗ്. നമ്മൾ പൂർണ്ണമായി, നമ്മളൊന്നുമല്ല, എനിക്ക് യാതൊരു കൺട്രോളും എൻ്റെ മേലില്ല, ഐ ആം റിയലി ഗിവിങ് മൈ ഓൾ, എൻ്റെ സകലതും നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന സമർപ്പണമാണ് ആരാധന. മാത്രവുമല്ല, ആരാധന എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിവോഷൻ. അതൊരു ഭക്തി കൂടിയാണ് ആരാധന. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചിട്ടുണ്ട്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ ഭക്തിയുടെ ഇമേജ് ഉണ്ട്. ദാറ്റ് ഇസ് നൺ അതർ ദാൻ ഏബ്രഹാം തൻ്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെ എന്ത് ചെയ്യാണ്? യാഗം കഴിക്കാനായിട്ട് മോറിയ മലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഈ അബ്രഹാം തൻ്റെ ബാല്യക്കാരോട്, അതായത് തൻ്റെ സെർവൻസിനോട് പറയുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ 5-ാമത്തെ വാക്യം, അബ്രഹാം ബാല്യക്കാരോട് പറയുകയാണ്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കുക, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. സോ ഡിവോഷൻ ഈസ് വർഷിപ്പ് ഈസ് എ ഡിവോഷൻ. അപ്പോൾ അബ്രഹാം പറയുകയാണ്, ഞാനും മകനും എന്ത് ചെയ്യാം? അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. സോ ദൈവത്തോടുള്ള തൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ, തൻ്റെ ജീവിതത്തിൽ, അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം പരിശോധിച്ച് നോക്കിയാൽ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായി ഞാൻ നിനക്ക് തന്ന മകനെ നീ എനിക്ക് തരാമോ? സോ ആ ഭക്തി എന്ന് പറയുന്നത് ദൈവം ചോദിക്കുന്നത് കൊടുക്കാൻ, ദൈവം പറയുന്നത് അതേപടി ചെയ്യാൻ, ദൈവം പറയുന്നത് അതേപടി അനുസരിക്കാൻ തയ്യാറായതാണ് അബ്രഹാമിന്റെ ഭക്തി എന്ന് പറയുന്നത്. അതുതന്നെയാണ് ദൈവം ഒരു 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 സാക്ഷ്യമായി 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഇങ്ങനെയാണ്, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. സോ ഐ കെയിം ടു നോ ദാറ്റ് യു റെവേർഡ് ഗോഡ്. നീ ദൈവത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്. നീ ദൈവത്തിന് മുമ്പാകെ ദൈവത്തെ ഭയത്തോടെ ഭക്തിയോടെ പൂജിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സോ നമ്മുടെയൊക്കെ ആരാധന വാസ്തവത്തിൽ ഇറ്റ്സ് നോട്ട് is it coinciding with the nature? ഈ ആരാധന ദൈവത്തിന്റെ പ്രകൃതവുമായി ചേർന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, there should be an element of repentance, because ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ അവിടെ വിലാപവും കരച്ചിലും അവിടെ ഏറ്റുപറച്ചിലും ഉണ്ടാകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമ്പോൾ അവിടെ ഒരു സറണ്ടറിങ് ഉണ്ടാകുന്നു, സാഷ്ടാംഗം വീട് നമസ്കരിക്കുന്നു. കാരണം തേജോമനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ആരാധിക്കുമ്പോൾ, ആ ആരാധന പാത്രമായ നമ്മുടെ ദൈവം നമ്മുടെ മുന്നിൽ വരുമ്പോൾ, ഹോ ഹല്ലേലൂയ, നമ്മൾക്ക് വീട് നമസ്കരിക്കാൻ
അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഈ സകല ലോകത്തെയും ചരാചരങ്ങളിൽ സൃഷ്ടിച്ചതായ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ വി ആർ ഏബിൾ ടു സബ്മിറ്റ്. ആൻഡ് അവിടെ പറഞ്ഞൊരു കാര്യം കൊണ്ട് ഭക്തി, ദ ഡിവോഷൻ. സോ നമ്മുടെ ജഡം എപ്പോഴും നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ നിൽക്കാനായിട്ട് നമ്മളെ എപ്പോഴും പ്രേരിപ്പിക്കും. എന്നാൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹ്യൂമൻ ബിഹേവിയർ അല്ല, മറിച്ച് നമ്മൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുന്നതായി തീരണം. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്. അതിൽ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സോ രണ്ടാമത്തെ കാര്യം, ആരാധന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പിരിറ്റ് സെന്റേർഡ്. ജെന്യൂൻ വർഷിപ്പ്, ആദ്യം ഞാൻ പറഞ്ഞു, ഇറ്റ് കോയിൻസൈഡ്സ് വിത്ത് ദ നേച്ചർ ഓഫ്. രണ്ടാമത്തത് ജെന്യൂൻ വർഷിപ്പ് സെന്റേർഡ് ഇൻ സ്പിരിറ്റ്. ആത്മാവിലാണ് എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. സോ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫ്ലഷ്ലി ഡിസ്പ്ലേ. നമുക്കൊക്കെ നമ്മുടെ ജഡത്തിന്റെ പ്രകടനത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ നമ്മുടെ ശരീരം കൊണ്ട് ആരാധിക്കണം, അത് വേണ്ടതാണ്. ദൈവത്തിന് മുമ്പാകെ ആരാധിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് മിയർലി എ ഡിസ്പ്ലേ ഓഫ് അവർ ഫ്ലഷ്. നമ്മുടെ ജഡത്തിന്റെ പ്രകടനമല്ല ആരാധന. ജെന്യൂൻ വർഷിപ്പ് ഈസ് ഓൾവേസ് സെന്റേർഡ് വിത്ത് വാട്ട്? അത് ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ അത് കാണേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ രണ്ടും ഒരുപോലെ പ്രകടമാകണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിൽ കേന്ദ്രീകൃതമായി ആരാധിക്കണം, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ദാവീദ് 2 കൈൻഡ് ഓഫ് ആരാധന അർപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം, ഒന്ന് റെഫറൻസിന് വേണ്ടി വായിക്കാം. 2 ശമൂവേൽ 6:14 മുതലൊന്ന് വായിച്ചേ. 2 ശമൂവേൽ 6:14 മുതലുള്ള വാക്യങ്ങൾ. 2 സാമുവേൽസ് ചാപ്റ്റർ 6 വേഴ്സ് 14 ഓൺവേർഡ്സ് ഒന്ന് വായിച്ചു. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇടയ്ക്ക് എപ്പോഴും ഓർപ്പിച്ച, ദാവീദ് ഒരു രാജാവായിരുന്നു എന്നുള്ള യാതൊരു ഭാവഭേദവുമില്ലാതെ, ദാവീദ് യാതൊരു നിലയിലും താൻ ഒരു വലിയ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണെന്നൊന്നും യാതൊരു ചിന്തയുമില്ലാതെ ദാവീദ് എന്ത് ചെയ്തു? പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്ത് ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നൃത്തം ചെയ്യാന്ന് പറയുന്നത് ഒരു രാജാവാണെന്ന് ഓർക്കണം. സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ഓക്കെ പോട്ടെന്ന് പറയാം. എന്നാൽ രാജാവിന് നിൽക്കേണ്ടത് എങ്ങനെയാണ്, നടക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് വ്യവഹരിക്കേണ്ടത്, എല്ലാം നിയമമുണ്ട്. രാജാവിന് തോന്നിയതുപോലെ നടക്കാനോ പോകാനോ ഇരിക്കാനോ പറ്റത്തില്ല. രാജാവാണെങ്കിൽ പോലും തനിക്ക് പരിമിതിയുണ്ട്. എന്തിനാ പരിമിതി? തൻ്റെ റോയൽ ഡിഗ്നിറ്റി വിട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം രാജാവ് അതിൻ്റെ റോയൽ ഡെക്കറം കീപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയും, അയ്യോ ഇതിവനാണോ നമ്മുടെ രാജാവ്, അയ്യേ ഇവനെന്താ കാണിക്കുന്നത്, ഇവൻ എന്താ എന്തോ പരിപാടി കാണിക്കുന്നത്. സോ എ കിങ് കനോട്ട് ലൂസ് ഹിസ് റോയൽ ഡെക്കറം ഓർ റോയൽ ഡിഗ്നിറ്റി. എന്നാൽ ഇവിടെ നോക്കിക്കേ, പഞ്ഞി നൂൽ ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് ദാവീദ് ദൈവത്തെ ആരാധിക്കാൻ. സോ ഹി ഈസ് ഏബിൾ ടു വർഷിപ്പ് ഗോഡ് വിത്തൗട്ട് എനി യാതൊരു തടസ്സവുമില്ലാതെ ദാവീദ് ദൈവത്തിന് മുമ്പാകെ ആരാധിക്കുന്നു. ഈ ദാവീദിന്റെ മറ്റൊരു ആരാധനയെ കുറിച്ച് നമ്മൾ കാണുന്നത് 2 ശമൂവേൽ 7:18 ഒന്ന് വായിച്ചാട്ടെ. 2 ശമൂവേൽ 7:18. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എന്റെ ഗൃഹവും എന്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ആരാധന ആത്മാവിൽ കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ട് അവൻ അകത്ത് കടന്ന് ആരും കാണാതെ യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതാണ്, കർത്താവേ യഹോവയായി നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്. ആരും അവന്റെ ആരാധന കണ്ടില്ല, ആരും അവനെ ശ്രദ്ധിച്ചില്ല. ബട്ട് നമ്മൾ നേരത്തെ വായിച്ചതിൽ എല്ലാവരും കണ്ടു അവൻ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത്. സോ ഇറ്റ് വാസ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് വർഷിപ്പ്.
അതർ അടുത്ത ഭാഗം കാണുന്നത് അവൻ അകത്ത് ചെന്ന് ആരും കാണാതെ അവൻ ഏകമായിരുന്ന് ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഈ രണ്ട് വശവും നമ്മുടെ ആരാധനയ്ക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലർ പറയാറുണ്ട്, ഐ എം വെരി പറയുന്നത്, ഞാൻ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം ഞാൻ ആരെയും കാണിക്കാറില്ല, ഞാൻ ഒറ്റയ്ക്ക് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ചിലരെ എനിക്കറിയാം സഭായോഗത്തിനും വരത്തില്ല. ചിലരുണ്ട്, ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത്, സഭായത്തിന് വരത്തില്ല. അത് ചോദിക്കുമ്പോൾ എന്താണ്, ഞാനും ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്, ഞങ്ങൾ തമ്മിലെല്ലാം ഓക്കെയാണ്, അതുകൊണ്ട് എനിക്കിപ്പം നിങ്ങളുടെ അവിടെ കൂടെ വന്നിരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദേ ഡോണ്ട് വാണ്ട് ടു ഡിസ്പ്ലേ ദംസെൽഫ് ഇൻ എ കോർപ്പറേറ്റ് ലെവൽ ഓഫ് വർഷിപ്പ്. എന്നാൽ അവർ പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ രഹസ്യമായിട്ട്, ഞാൻ എൻ്റെ ദൈവത്തോട് വളരെ രഹസ്യമായിട്ട് ഐ ഹാവ് എ ജെന്യൂൻ റിലേഷൻഷിപ്പ് വിത്തോട്. എന്നാൽ ഞാൻ പറയുന്നത്, ഒരു നല്ല ആരാധിക്കുന്ന വ്യക്തി, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി, ഹി ഷുഡ് ബി ഏബിൾ ടു എക്സസൈസ് ഹിസ് വർഷിപ്പ് ഇൻ ഹിസ് പ്രൈവറ്റ് ലൈഫ് ആസ് വെൽ ആസ് ഇൻ ഹിസ് പബ്ലിക് ലൈഫ്. സോ ചിലരുണ്ട് പബ്ലിക്കിൽ മാത്രം ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ പബ്ലിക്കിൽ അവർക്ക് വളരെ ആവേശമാണ്. അവര് ദൈവത്തെ ഒത്തിരി സ്തോത്രം പറയുകയും സ്തുതിക്കുകയും ഹല്ലേലൂയ പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ പ്രൈവറ്റില് ഒരു സ്തോത്രം പോലും പറയത്തില്ല. സോ പബ്ലിക് വർഷിപ്പ് ഈസ് ഓൺലി ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദി പ്രൈവറ്റ് വർഷിപ്പ്. നമ്മുടെ രഹസ്യ ആരാധനയിൽ നമ്മൾ ആരാധിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മൾ പരസ്യമായി ആരാധിക്കുന്നതിനകത്ത് പ്രയോജനമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ we need to have a spirit centered worship. അങ്ങനെയെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് കേന്ദ്രീകൃതമായ ആരാധന ഉണ്ടെങ്കിലേ നമ്മൾ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുള്ളൂ. സോ ലെറ്റ് മീ ജസ്റ്റ് ഗീവ് സം മോർ എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട് ഈസ് ദിസ്, ഹൗ ഈസ് ദിസ് സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ്. ആത്മകേന്ദ്രീകൃതമായ ആരാധന എങ്ങനെയാണ് അതിന് സംഭവിക്കേണ്ട ഒരു കാര്യം, വി മസ്റ്റ് ബി ബോൺ അഗെയിൻ. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച അനുഭവം ഉണ്ടെങ്കിലേ വി ആർ ഏബിൾ ടു ഹാവ് എ സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ്. ആത്മകേന്ദ്രിതമായ ഒരു ആരാധന വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോഴൊക്കെയും വിശ്വാസ ജീവിതത്തിൽ വിശ്വാസികളുടെ മക്കളായിട്ട് ജനിക്കുന്ന പലർക്കും ദേ ആർ നോട്ട് ഏബിൾ ടു ഡിസേൺ ദി ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. ഞാനൊരു പെന്തക്കോസ്ത് തലമുറയിൽ, പെന്തക്കോസ്ത് മാതാപിതാക്കളിൽ ജനിക്കപ്പെട്ട വ്യക്തിയാണ്. ഐ ഹാഡ് എ ഡെലിമ ഓഫ് വെൻ ഐ റിസീവ്ഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ മൈ ലൈഫ്. ഞാൻ എന്നാണ് രക്ഷിക്കപ്പെട്ടത്? വെൻ ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ് ഓഫ് ബോൺ അഗെയിൻ. വാസ്തവത്തിൽ അതെൻ്റെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിന്നപ്പോഴാണ് ഒരു ദിവസം എൻ്റെ സൺഡേ സ്കൂൾ ജീവിത കാലയളവിൽ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. I felt the reality of even though I am born as a pastor's kid or someone ഒരു സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിലാണ് ജനിച്ചത് എന്നെല്ലാം എനിക്ക് അറിയാമെങ്കിലും I hadn't have a personal relationship with God. അപ്പൊ ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാകുമെങ്കിൽ മാത്രമേ സ്പിരിറ്റ് ലെഡ് വർഷിപ്പിലേക്ക്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് നീങ്ങാനായിട്ട് കഴിയുള്ളൂ. സോ എങ്ങനെയാണ് സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ് എന്ന് പറയുന്നത്? അത് ദൈവത്തിന്റെ മുമ്പാകെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയിരിക്കുന്നവരായിരിക്കണം. മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നത്, വി മസ്റ്റ് ഈൽഡ് ടു ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വഴങ്ങുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നവർ. പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ മോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ നമ്മെ ശക്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, സോ we need to be yielding ourselves to the power of Holy Spirit. Praise the Lord. ദൈവത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട്, നമ്മെ മോൾഡ് ചെയ്യാനായിട്ട്, നമുക്ക് വേണ്ടതായ ശിക്ഷണങ്ങൾ നൽകാനായിട്ട് we should be able to yield or submit ourselves towards the work of Holy Spirit. ഒത്തിരി വാക്യങ്ങളൊക്കെ വായിപ്പിക്കാനായിട്ട് ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും ഈ പകൽക്കാലം എടുക്കുന്നില്ല. വേണമെങ്കിൽ കുറിച്ച് വെക്കാം. 1 Corinthians chapter 2 verse 11. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ വി ക്യാൻ ഹാവ് സ്പിരിറ്റ് സെന്റേർഡ് വർഷിപ്പ്. ആത്മകേന്ദ്രീകൃതമായ ഒരു ആരാധന നമ്മളിലൂടെ വെളിപ്പെടുകയുള്ളൂ.
മൂന്നാമത്തെ കാര്യം, നമ്മളൊരു ആത്മകേന്ദ്രീകൃതമായി നമ്മൾ ആ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവർ തോട്ട് മസ്റ്റ് ബി സെന്റേഡ് ഓൺ ഗോഡ്. ദൈവത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകൾ ഏകാഗ്രമാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം പലയിടങ്ങളിലും ദൈവത്തിൽ കേന്ദ്രീകൃതമല്ലാതെയും ആരാധിക്കുന്നവരുണ്ട്, വർഷിപ്പേഴ്സ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ദേ ക്യാൻ ക്രിയേറ്റ് എ വർഷിപ്പ് ഔട്ട് ഓഫ് അവർ ഇമോഷണൽ സെൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ സെൻസ് ഒക്കെ റെജുവിനേറ്റ് ചെയ്ത് ഉത്തേജിപ്പിച്ചുകൊണ്ട് ആളുകൾ വർഷിപ്പ് ചെയ്യുന്നവരെ നമുക്കറിയാം. നമ്മളത് കഴിയുമ്പോൾ വി ഫീൽ ദാറ്റ് നമ്മൾ ഭയങ്കര എന്തോ ഒരു വലിയ ആരാധന കഴിഞ്ഞു എന്ന് തോന്നും. ആ ഒരു സച്ച് കൈൻഡ് ഓഫ് സെൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ചൂട് മാറി, അതിൻ്റെ ഗൗരവം പോയി, അതിൻ്റെ സീരിയസ്നെസ്സും പോയി. അത് കഴിയുമ്പോൾ വി ആർ നോട്ട് ഏബിൾ ടു ഫീൽ ദി കണ്ടിന്യൂറ്റി ഓഫ് ദാറ്റ് സ്പിരിറ്റ് ലെഡ് വർഷിപ്പ്. ഇന്ന് പല ചെറുപ്പക്കാരെയും തകർക്കുന്ന ഒരു സംഗതിയാണ്. They will be carried away easily by such kind of emotionally colored and vibrant worships. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അതൊന്നും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല. ഫോർ എ മൊമെന്റസ് എക്സ്പ്രഷൻസ്, ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്പ്രഷനായിട്ട് മാറുന്നു. എന്നാൽ അത് വീണ്ടും അവരുടെ ജീവിതത്തെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡിലേക്ക് പലപ്പോഴും പലരെയും നയിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വാസ്തവത്തിൽ ഒരു സ്പിരിറ്റ് ലെഡ് വർഷിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് വി ആർ സെന്റേർഡ് ഓൺ ഗോഡ്, ദൈവത്തിൽ കേന്ദ്രീകൃതമാണെങ്കിൽ എന്താണ് നമുക്ക് പ്രൈസ് ദി ലോർഡ് ആത്മനിയന്ത്രണത്തിലുള്ള ആരാധനയിൽ കടന്നു വരാനായിട്ട് കഴിയും. കർത്താവിലാണ് നമ്മുടെ ഹൃദയം ഏകാഗ്രമാകുന്നുവെങ്കിൽ, കർത്താവിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള ഒരു ഏകാഗ്രമായ ബന്ധമുണ്ടെങ്കിൽ, വി ആർ ഏബിൾ ടു ഹാവ് എ സ്പിരിറ്റ് ലെഡ് വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ മിസ്റ്റോട്ട് ചെയ്യപ്പെടുന്ന, വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായ ഒരു സാധനമാണ് വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. പിശാചിന് വളരെ ബ്യൂട്ടിഫുള്ളി അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ കഴിയും. കാരണം ഈ സാത്താൻ ആരാണ്? വാസ്തവത്തിൽ ലൂസിഫർ ഈസ് എ ബെസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഇൻ ദി റെലം ഓഫ് വർഷിപ്പ്. കാരണം ആരാധനയും മ്യൂസിക്കും എല്ലാം നിയന്ത്രിച്ചിരുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണ് ആര്? ഈ ലൂസിഫർ. അതുകൊണ്ട് ഹി ഈസ് വെരി വെൽ വേഴ്സ്ഡ് ആൻഡ് ഹി ഈസ് വെരി അഡ്വാൻസ്ഡ്, ഹി ഈസ് വെരി എക്വിപ്ഡ് ഇൻ ദി ഏരിയ ഓഫ് മ്യൂസിക് ആൻഡ് വർഷിപ്പ് ആൻഡ് സോങ്സ്. എന്നാൽ ആ പിശാച് അത് തന്നെയാണ് നമ്മളെ ദൈവത്തിൽ കേന്ദ്രീകരിക്കാതെ നമ്മുടെ ആരാധനകളെ കോട്ടിക്കളയുന്ന തലങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ വി ഷുഡ് ബി വെരി വിജിൽ. ഇഫ് വി ആർ ഹാവിംഗ് എൻ എക്സ്പീരിയൻസിങ് ഗോഡ് ത്രൂ അവർ പ്രൈവറ്റ് വർഷിപ്പ്, വി ഹാവ് ടു കോയിൻസൈഡ്സ് അവർ സെൽഫ് വിത്ത് ദി നേച്ചർ ഓഫ് ഗോഡ്. വി ഹാവ് എ സ്പിരിറ്റ് ലെഡ് വർഷിപ്പ്. ഈ സ്പിരിറ്റ് ലെഡ് വർഷിപ്പിന് നമ്മൾ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ കഴിയണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഒടിക്കുന്നത് പോലെ നമ്മൾ ഒടയാൻ റെഡിയാകണം. നമ്മൾ ഏത് ലെവലിലോട്ടാണ് നീങ്ങുന്നത്? ഞാൻ എൻ്റെ രീതിക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. വി ഷുഡ് ബി yielding ourselves to the work of Holy Spirit. അതുമാത്രമല്ല, ദൈവത്തിൽ കേന്ദ്രീകൃതമായിരിക്കണം. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. വി ഷുഡ് ബി ഹാവ് എ അൺഡിവൈഡഡ് ഹാർട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ കൂട്ടുവിശ്വാസികളോടും നമ്മുടെ അയൽപക്കക്കാരോടും നമ്മുടെ ചർച്ചക്കാരോടും നമ്മുടെ ബന്ധുമിത്രാദികളോടും നമുക്ക് ഏകാഗ്രമായ ഹൃദയത്തിന്റെ ഐക്യതയില്ലെങ്കിൽ, ഹൗ കുഡ് വി വർഷിപ്പ് ഗോഡ്? നമുക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയും? ഐ ജസ്റ്റ് റിയലി സസ്പെക്ട് അങ്ങനെയുള്ള ആരാധനകൾ വാസ്തവത്തിൽ ഇറ്റ്സ് നോട്ട് എ ജെന്യുവിൻ വർഷിപ്പ്. നമ്മൾ നമ്മുടെ സഹജീവികളോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോട്, നമ്മുടെ കൂട്ടുവിശ്വാസികളോട് നമ്മുടെ ഹൃദയത്തിൽ ഐക്യത ഇല്ല എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഐക്യത നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, we are not able to worship God. നമ്മുടെ ആരാധന ജസ്റ്റ് ഒരു പ്രകടനം മാത്രമാണ്. അതൊരു ജസ്റ്റ് എ ഡിസ്പ്ലേ ഉള്ളി.
പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഒരു സ്പിരിറ്റ് ലെഡ് വർഷിപ്പ് ആണെങ്കിൽ വി ഷുഡ് ഹാവ് എ അൺഡിവൈഡഡ് ഹാർട്ട്. ഒരിക്കലും നമ്മൾ ചിതറാത്തൊരു ഹൃദയം, എല്ലാവരുമായിട്ടും ഹല്ലേലൂയ യൂണിഫൈഡ് ആയിട്ടുള്ള, യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനകൾ, എങ്കിൽ മാത്രമേ നമ്മുടെ വർഷിപ്പ് ദൈവത്തിന് പ്രസാദകരമായി തീരുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ യുണൈറ്റഡ് സ്പിരിറ്റ് ഇല്ലെങ്കിൽ, യുണൈറ്റഡ് ഹാർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ ഒരു അതര ജൽപ്പനങ്ങൾ മാത്രമായി തീരുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് മേറി മർമറിങ് ഓഫ് അവർ ടങ്സ്. നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള ജൽപ്പനങ്ങൾ മാത്രമായി തീരുകയാണ്. അൺടിൽ ആൻഡ് അൺലെസ് ഇഫ് യു ഹാവ് എ അൺഡിവൈഡഡ് ഹാർട്ട്. ഒരിക്കലും നമ്മുടെ ഐക്യതയെ തകർക്കാത്ത ഹൃദയത്തിന്റെ ഉടമകളാണെങ്കിൽ അവർ വർഷിപ്പ് ഈസ് എ ജെന്യുയിൻ. Praise the Lord. Hallelujah. അപ്പോൾ genuine worship always centered in spirit. It's not simply a fleshly display. നമ്മുടെ ശരീരത്തിന്റെ പ്രകടനം മാത്രമല്ല ആരാധന. Praise the Lord. എന്നാൽ അതിനകത്ത് നമ്മുടെ ദാവീദിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, അവിടെ ശരീരം കൊണ്ടും ആരാധിക്കുന്നുണ്ട്, ഹൃദയം കൊണ്ടും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വീണ്ടും സമർപ്പിക്കപ്പെടാം. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ അവിടെ ഞാൻ പറഞ്ഞു നിർത്താനായിട്ട് പോവുകയാണ്. അതിന്റെ 23-ാമത്തെ വാക്യം, വായിച്ച വാക്യത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. വായിച്ചത് യോഹന്നാൻ 4:23. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ദൈവം ആത്മാവാകും, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും. So genuine worship must be concerned with the glory of God. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ ആ ആരാധനയിൽ മഹത്വം ആർക്കാ ചെല്ലേണ്ടത്? ദൈവത്തിനാണ് ചെല്ലേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇറ്റ് വാസ് നൈസ് മ്യൂസിക്, നൈറ്റ് സോങ്, ഇറ്റ് വാസ് നല്ലതായിരുന്നു, അവിടെ നല്ല മെലോഡിയസ് ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ ഇന്നാരുടെ പാട്ട് നന്നായിരുന്നു, ഇന്നാരുടെ പ്രസംഗം നന്നായിരുന്നു, നത്തിങ്. അപ്പോൾ പ്രസംഗമോ പാട്ടോ, നത്തിങ് ഷുഡ് ബി ദി പാർട്ട് ഓഫ് അവർ സെന്റർ ഓഫ് ഫോക്കസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വ്യക്തികളല്ല അവിടെ, ആരും അവിടെ പ്രസക്തമല്ല. അവിടെ ആരാ പാസ്റ്റർ എന്നുള്ളത് പ്രസക്തമല്ല, ആര് പ്രസംഗിച്ചു എന്നുള്ളത് പ്രസക്തമല്ല, ആരാണ് ആരാധിക്കാനായിട്ട് ആഹ്വാനം ചെയ്തെന്നുള്ളത് പ്രത്യേകതയില്ല. വെൻ വി ആർ ഏബിൾ ടു ഗ്ലോറിഫൈ ഗോഡ്, അവിടെ ദൈവം മാത്രം ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ജെന്യുയിൻ വർഷിപ്പ് ഈസ് ഓൾവേസ് കൺസേൺഡ് വിത്ത് ദി ഗ്ലോറി ഓഫ് ഗോഡ്. അത് ഏത് സഭയാണെന്ന് വ്യത്യാസമില്ല. ഇന്ന സഭയ്ക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ എന്ന് നിയമമില്ല. ഇന്ന സഭയുടെ മാത്രമേ ദൈവാരാധന വെളിപ്പെടൂ എന്നുള്ളൊരു നിയമമില്ല. ഇന്ന സഭയിലെ നമുക്ക് ദൈവാരാധന നടക്കുന്നുള്ളൂ ഇല്ല. ഇന്ന വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നു എന്നുള്ളതില്ല. ഇന്ന വ്യക്തി ഉണ്ടെങ്കിലേ ആരാധന ഉള്ളതെന്നില്ല. ഇന്ന വ്യക്തി പാടിയാലേ ആരാധന വരുത്തുള്ളൂ എന്നില്ല. ഇന്ന വ്യക്തി ഇൻസ്ട്രുമെന്റ്സ് വായിച്ചാലേ ആരാധന നടക്കുകയുള്ളൂ എന്നൊരു നിർബന്ധമില്ല. ഇന്ന വ്യക്തി ഉണ്ടെങ്കിലേ അവിടെ ആരാധനയ്ക്ക് എല്ലാ കാര്യം നടക്കത്തുള്ളൂ എന്നില്ല. ആരും വ്യക്തികളല്ല ആരാധനയുടെ മഹത്വം എടുക്കേണ്ടത്. ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജെന്യുയിൻ വർഷിപ്പ് മസ്റ്റ് ബി കൺസേൺഡ് വിത്ത് ദി ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വമായിരിക്കണം ആരാധനയുടെ പ്രധാനപ്പെട്ട വിഷയം. ആര് അവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രാധാന്യമുള്ളതല്ല. ആരാണ് സഭയുടെ പാസ്റ്റർ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന ആള് ശുശ്രൂഷിക്കുമ്പോഴാണ് വാസ്തവത്തിൽ വലിയ ആരാധന ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാനായിട്ട് കഴിയത്തില്ല. ബോബി പാസ്റ്റർ ഉണ്ടെങ്കിലേ ആരാധന ഉണ്ടെന്നുള്ള ഒരു സംവിധാനമേ ഇല്ല. ബോബി പാസ്റ്റർ ഇസ് ജസ്റ്റ് എ മീഡിയം. പ്രൈസ് ദി ലോർഡ്. ജനത്തെ ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രമാക്കാൻ, ഒരുക്കി കൊടുക്കാൻ ഒരു മീഡിയേറ്റർ മാത്രമാണ്. എന്നാൽ നമ്മുടെ ആരാധന ഇസ് ഓൾ concerned on the glory of God. ദൈവത്തിന്റെ മഹത്വം മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് ആരാധന. Praise the Lord. So sometime നമ്മുടെ ആരാധന പലരും ഇപ്പോൾ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ മഹത്വം മുഴുവൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, that is not a genuine worship.
അപ്പോൾ നമ്മുടെ ആരാധനകളെല്ലാം ദൈവത്തിന് മഹത്വം ഉള്ളതായിരിക്കണം. ഇൻഡിവിജ്വലിന് അവിടെ പ്രാധാന്യമില്ല, വ്യക്തികൾക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. ദൈവമാണ് മഹത്വപ്പെടേണ്ടത്, ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്താനായിട്ട് പോവുകയാണ്. എക്സ്പീരിയൻസിങ് ഗോഡ് ത്രൂ അവർ പ്രൈവറ്റ് വർഷിപ്പ്. നമുക്ക് എങ്ങനെ ദൈവത്തെ അനുഭവിച്ചറിയാം? നമ്മുടെ ആരാധനകളിൽ. ഇഫ് വി ആർ കോയിൻസൈഡിങ് വിത്ത് ദ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രകൃതവുമായിട്ട് നമുക്ക് ചേരാൻ കഴിയുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ രഹസ്യാരാധന. ഇഫ് വി ആർ ഏബിൾ ടു ഇഫ് അവർ ജെന്യൂൻ വർഷിപ്പ് ഈസ് സെന്റർഡ് വിത്ത് സ്പിരിറ്റ്, നമ്മൾ ദൈവാത്മാവുമായിട്ട് ഇഴകുന്നതാണ് നമ്മുടെ ആരാധനയെങ്കിൽ അതാണ് വാസ്തവത്തിൽ നമ്മുടെ രഹസ്യ ആരാധന. ഇഫ് അവർ വർഷിപ്പ് ഈസ് ഗിവിംഗ് ഗ്ലോറി ഓൺലി ടു ഗോഡ്, ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്നതാണെങ്കിൽ അതാണ് യഥാർത്ഥമായ രഹസ്യമായ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദോ വി ഹാവ് വേരിയസ് എന്താ പറയുന്നത്, സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട്, നമുക്കെല്ലാം അതിനുള്ള ക്രമീകരണങ്ങളുണ്ട്. ബട്ട് നമുക്ക് ഈ പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെഷനിൽ എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ. ആർ വി ഏബിൾ ടു എക്സ്പീരിയൻസ് ഗോഡ്? ആ ദൈവത്തെ നമ്മുടെ രഹസ്യ ആരാധനകളിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ രഹസ്യ ഇടങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? ആർ വി ഏബിൾ ടു ഓഫർ ഗോഡ് ദി ജെന്യുവിൻ വർഷിപ്പ്? അതിന് ദൈവാത്മാവ് ഇന്ന് ഈ പകൽക്കാലം നമ്മളോട് പറഞ്ഞ 3 കാര്യമുണ്ട്, 3 പോയിന്റേഴ്സ് ഉണ്ട്, 3 സൂചികകളുണ്ട്. ഒന്ന്, നമ്മൾ ദൈവത്തിനെ രഹസ്യമായ നമ്മുടെ ജീവിതാനുഭവത്തിൽ ആരാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രകൃതത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അവിടെ മാനസാന്തരത്തിൻ്റെയും വിലാപത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ ആരാധനയാണ് അവിടെ വെളിപ്പെടേണ്ടത്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് മുമ്പാകെ ആരാധിക്കുന്നവരാണെങ്കിൽ ആത്മാവിന് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ഇറ്റ്സ് നോട്ട് അവർ പെർഫോമൻസ്, ഇറ്റ്സ് നോട്ട് അവർ കേപ്പബിലിറ്റി, അത് നമ്മുടെ കഴിവല്ല, മറിച്ച് ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ഞാൻ പറഞ്ഞു നിർത്തിയത്, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാനല്ല, ദൈവമാണ് അവിടെ ഉയർന്നു നിൽക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ സ്വയമല്ല, ദൈവമാണ് അവിടെ ഉയർന്നു നിൽക്കേണ്ടത്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ പ്രാരംഭ സെഷനിൽ കർത്താവ് നമ്മെ ഒരു ശരിയായ ആരാധനയിലേക്ക് നയിക്കാനായി കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വർഷിപ്പ് ഒന്ന് വർദ്ധിപ്പിക്കാം, നമ്മുടെ രഹസ്യ ആരാധന നമുക്കൊന്ന് വർദ്ധിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. രഹസ്യ ആരാധനയുടെ ഒരു പബ്ലിക് മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ദി പബ്ലിക് വർഷിപ്പ്, അല്ലെങ്കിൽ രഹസ്യ ആരാധനയുടെ ഒരു 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 പ്രോഡക്റ്റ് ആണ്. ഹല്ലേലൂയ. രഹസ്യ ആരാധനയുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് വർഷിപ്പിന്റെ ഒരു ഔട്ട് സോഴ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ദാറ്റ് വാട്ട് വി ഡു ഇൻ അവർ പബ്ലിക്. പ്രൈസ് ദി ലോർഡ്. രഹസ്യ ആരാധനയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് പരസ്യമായി നമുക്ക് ആരാധിക്കാൻ കഴിയുന്നത്. എന്നാൽ പരസ്യമായി ആരാധിക്കുന്നവർക്ക് രഹസ്യമായി ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദാറ്റ് പബ്ലിക് വർഷിപ്പ് ഈസ് ജസ്റ്റ് ഓൺലി എ ഡിസ്പ്ലേ. അതൊരു പ്രകടനം മാത്രമാണ്. ദൈവസന്നിധി നമ്മുടെ ഹൃദയങ്ങളിൽ ഈ പകൽക്കാലത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്ന് ഒരുക്കപ്പെടാനായിട്ടുള്ള ഒരു സമയമാണ്. ഐ നോ ഇത് നിങ്ങളെ ഒന്ന് ഒത്തിരി ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറയിപ്പിക്കുന്ന ഒരു പ്രസംഗമല്ലെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒത്തിരി ഇമോഷണലി ക്യാരിഡ് അവേ ആകുന്ന ഒരു മെസ്സേജ് അല്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ നമ്മളെ ഒത്തിരി ഒരുക്കാനായിട്ടുള്ള ഒരു മെസ്സേജാണ്, നമ്മെ ഒത്തിരി ഒരുക്കിയെടുക്കാനായിട്ടുള്ള, നമ്മളെ ഒത്തിരി ട്രിം ചെയ്യാനായിട്ട്, നമ്മളെ ഒത്തിരി ഷേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സന്ദേശമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇതിലൂടെ നമ്മളോട് സംസാരിക്കുകയായിരുന്നു എന്ന് തികഞ്ഞ ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിൽ പ്രാർത്ഥിക്കാം.